ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ICT പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അധ്യായത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? കമ്പ്യൂട്ടറിൽ എഴുതാം. അപ്പോൾ കൂട്ടുകാരെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 2, കമ്പ്യൂട്ടറിൽ എഴുതാം. നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ വരയ്ക്കാമെന്നുള്ള പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇത്തവണ സ്കൂളിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് അടുത്ത് വരികയാണല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു നോട്ടീസ് തയ്യാറാക്കാം. സുഹാനയ്ക്കും പീയൂഷിനുമാണ് നോട്ടീസ് തയ്യാറാക്കാനുള്ള ചുമതല. അവർ തയ്യാറാക്കിയ നോട്ടീസാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഈ നോട്ടീസ് ഭംഗിയാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? അതിൻ്റെ തലക്കെട്ടിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാം. പിന്നെയോ അതെ, നിറങ്ങൾ വ്യത്യാസമാക്കി കൊടുക്കാം, ചിത്രങ്ങൾ ആഡ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇത് ഭംഗിയാക്കാനായിട്ട് ചെയ്യാൻ കഴിയും. അടുത്ത് നോക്കിയേ, നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നോട്ടീസ് തയ്യാറാക്കാമല്ലോ. അങ്ങനെയാവുമ്പോൾ തിരുത്താനും മാറ്റങ്ങൾ വരുത്താനും വളരെ എളുപ്പമാണ്. കൂടാതെ എത്ര പകർപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് കഴിയും, പ്രിൻ്റ് എടുക്കാനും കഴിയുമെന്നാണ് കൂട്ടുകാർ തമ്മിൽ ചർച്ച ചെയ്യുന്നത്. ഈ പ്രവർത്തനം നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്താൽ മറ്റെന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യാൻ കഴിയും നോക്കാം. പല നിറങ്ങൾ നൽകി നമുക്കിതിനെ ആകർഷകമാക്കാൻ പറ്റും. വ്യത്യസ്ത അക്ഷര രൂപങ്ങൾ എടുക്കാം, ചിത്രങ്ങൾ ആഡ് ചെയ്യാം, അല്ലേ? വിവിധ ഡോക്യുമെൻറ്റുകൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാനും ഫോർമാറ്റ് ചെയ്യാനും സഹായകമായ സോഫ്റ്റ്വെയറാണ് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര വേർഡ് പ്രോസസ്സറാണ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഉള്ള സൗകര്യം കൂട്ടുകാർക്കറിയാം. ലേഖനങ്ങൾ, കത്തുകൾ, നോട്ടീസുകൾ തുടങ്ങിയ വിവിധ തരം എഴുത്തുരൂപങ്ങൾ ഭംഗിയോടും ചിട്ടയോടും കൂടെ ക്രമീകരിക്കാൻ ലിബർ ഓഫീസ് റൈറ്റർ നമ്മളെ സഹായിക്കാറുണ്ട്. ഇത്തരത്തിൽ ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നോട്ടീസുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കണ്ടോ? എന്ത് മനോഹരമാണല്ലേ? വ്യത്യസ്ത അക്ഷര രൂപങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് വ്യത്യസ്ത നിറവും കൊടുത്തിട്ടുണ്ടല്ലേ? ഇത്തരത്തിലൊരു നോട്ടീസ് നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കി നോക്കിയാലോ? കമ്പ്യൂട്ടറിലെ കഴ്സറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നുകൂടെ പറയാം. ടൈപ്പ് ചെയ്യുന്ന ഉള്ളടക്കം എവിടെയാണ് വരിക എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കഴ്സർ. ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഒരു വരയുടെ രൂപത്തിലാണ് കഴ്സർ കാണാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് നോട്ടീസ് തയ്യാറാക്കാൻ നോക്കാം. ലിബർ ഓഫീസ് റൈറ്റർ തുറന്ന് കീബോർഡിൻ്റെ സഹായത്തോടെ നോട്ടീസിൻ്റെ തലക്കെട്ട് നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യണം. കമ്പ്യൂട്ടറിൽ കീബോർഡ് ഉപയോഗിച്ച് കൂട്ടുകാർ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ? ഉണ്ട്. കീബോർഡിലെ ഓരോ കീയും ഉപയോഗിച്ച് നോക്കി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ കണ്ടോ? സ്പേസ് ബാർ, വാക്കുകൾക്കിടയിലെ അകലം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ബാറുകൾ ഉപയോഗിക്കാം. എൻ്റർ കീ അല്ലെങ്കിൽ റിട്ടേൺ കീ. എൻ്റർ കീ എന്തിനാണ്? നമുക്ക് ബാക്കിലോട്ട് പോകാനും മുന്നിലേക്ക് വരാനും ഒക്കെയാണ്, അല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകാനൊക്കെയാണ് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നത്. ഇനി ബാക്ക് സ്പേസ്, നമ്മൾ എന്തെങ്കിലും എഴുതി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് സ്പേസ് കൊടുത്ത് നമുക്ക് മാറ്റാം. അടുത്ത ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വാക്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം. അടുത്ത ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് വലിയ അക്ഷരങ്ങൾ, ഒരു കീയിൽ 2 ചിഹ്നങ്ങളുണ്ടെങ്കിൽ മുകളിലെ ചിഹ്നം എന്നിവ ടൈപ്പ് ചെയ്യാൻ ഈ കീയോടൊപ്പം മറ്റ് കീ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ഉള്ളടക്കം ടൈപ്പ് ചെയ്തു അല്ലേ? ഇനി എങ്ങനെ നമുക്കതിനെ ഭംഗിയാക്കാം? തലക്കെട്ട് ഭംഗിയായിട്ട് മധ്യഭാഗത്ത് ക്രമീകരിക്കണം. തലക്കെട്ടിൻ്റെ വലിപ്പം കൂട്ടണം. മാതൃകയിലുള്ളതുപോലെ തന്നെ കൂടുതൽ ഭംഗിയുള്ള ഫോണ്ടുകൾ നമ്മൾ മാറ്റി ഉപയോഗിക്കണം. ഫോണ്ടിൻ്റെ നിറം മാറ്റണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ നോട്ടീസിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്തിവിടെ വച്ചിട്ടുണ്ടല്ലേ? വാക്കുകൾ ആദ്യം സെലക്ട് ചെയ്യണം. കഴ്സർ പദത്തിൻ്റെ ഒരറ്റത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് മറുവശത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഷിഫ്റ്റ് കീയും ആരോ കീയും ഒന്നിച്ച് അമർത്തിക്കഴിഞ്ഞാൽ ആ പദം സെലക്ട് ആവും. അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അടുത്ത് നോക്കിയേ, ടൈറ്റിൽ ടെക്സ്റ്റിൽ ഫോർമാറ്റ് ചെയ്ത ആകർഷകമാക്കുന്നതിന് ധാരാളം ടൂളുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ കണ്ട കൂട്ടുകാരെ, ഫോണ്ട് സ്റ്റൈല്, ഫോണ്ടിൻ്റെ വലിപ്പം, അതുപോലെ ബോൾഡ് വേണോ, ഇറ്റാലിക് വേണോ, അടിവര വേണോ, ഫോണ്ടിൻ്റെ കളർ ഏതൊക്കെയാണ് വേണ്ടത്, പിന്നെ ഏതൊക്കെ ഭാഗത്താണ് നമ്മുടെ എഴുത്തുകൾ ക്രമീകരിക്കേണ്ടത്, വലത് സൈഡിൽ വേണോ, ഇടത് സൈഡിൽ വേണോ, നടുവിൽ വേണോ, ഇതൊക്കെ നമുക്ക് റൈറ്ററിൽ ടെക്സ്റ്റുകൾ ഫോർമാറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് ഫോർമാറ്റിംഗ് ടൂളുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്ത നോട്ടീസ് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം അല്ലേ? കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ഫയൽ നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അത് സേവ് ചെയ്യാനൊക്കെ പഠിച്ചായിരുന്നു അല്ലേ?
അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ നോട്ടീസ് കൂട്ടുകാർ ഹോം ഫോൾഡറിൽ, കൂട്ടുകാരുടെ ക്ലാസ് ഫോൾഡറിൽ സേവ് ചെയ്യാം. ഉചിതമായിട്ടുള്ള പേര് നമുക്ക് കൊടുക്കാം. ലിബർ ഓഫീസ് റൈറ്ററിൽ ഇനിയും നിരവധി സൗകര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പാഠഭാഗം പഠിച്ചു അല്ലേ? ഇനി നമ്മൾ എപ്രകാരമാണ് ഇത് ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്